ഭൂമി കണ്ടെത്താനും ഗുണഭോക്താക്കളുടെ പട്ടിക കൈമാറാനും സർക്കാർ സഹകരിക്കുന്നില്ലെന്ന സണ്ണി ജോസഫിന്റെ വിചിത്രവാദത്തിൽ മറുപടിയുമായി CPIM. വയനാട് ദുരന്തബാധിതരെ KPCC പ്രസിഡന്റ് അവഹേളിക്കുന്നുവെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ്. സണ്ണി ജോസഫ് സ്വയം അപഹാസ്യനാകുന്നുവെന്നും റഫീഖ് പറഞ്ഞു. പ്രതികരണങ്ങൾ കാണാം. പേരിൽ പണം പിരിക്കുക, എന്നിട്ട് അതിന് കണക്കില്ലാതിരിക്കുക, അവർ രൂപീകരിച്ച ആപ്പ് തന്നെ അപ്രത്യക്ഷമാവുക, എന്നിട്ട് അതിനൊരു ന്യായീകരണം എന്ന നിലയിൽ സ്വയം അപഹാസ്യമാവുന്ന നിലയിലുള്ള പ്രസ്താവനകൾ നടത്തുക. ഇതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ്. എല്ലാം പരിഹരിക്കും. സർക്കാർ ഞങ്ങളെ അതിൽ സഹായിക്കുന്നില്ല. സ്ഥലം കണ്ടെത്താനും ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തരാനും സർക്കാർ തയ്യാറാകുന്നില്ല. എങ്കിലും ഞങ്ങൾ പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ, ഏറ്റവും ഉത്തരവാദിത്തങ്ങൾ അതുമായിട്ട് ഞങ്ങൾ അതിശക്തമായി അവിടുത്തെ നേതാക്കന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. PV ജോഷിൽ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ജോഷില, വളരെ കൃത്യമായ രീതിയിലുള്ളൊരു മറുപടിയാണ് CPIMന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ KPCC പ്രസിഡന്റിന് ലഭിച്ചിട്ടുള്ളത്. അതായത് അവരുടേതായ പോരായ്മകൾ, അവർക്കത് കൊടുത്ത വാഗ്ദാനം പാലിക്കാൻ അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് സാധിക്കാതെ വരുമ്പോൾ ആ ഉത്തരവാദിത്തം സർക്കാരിലേക്ക് കെട്ടിവെക്കാനുള്ള ശ്രമം, അതാണ് KPCC പ്രസിഡന്റ് നടത്തിയത്. അതിനുള്ള മറുപടിയാണ് CPIM കൊടുത്തിരിക്കുന്നതും. അതുമാത്രമല്ല, ഇന്ന് രാവിലെ നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിലും ഇതിനൊരു മറുപടിയുമായി ഈ ദുരന്തബാധിതർ തന്നെ രംഗത്തെത്തിയതും കണ്ടിരുന്നു. കൂടുതൽ വിവരങ്ങൾ. കൃത്യമായ മറുപടി തന്നെയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് വയനാട് CPIM ജില്ലാ സെക്രട്ടറി K. റഫീഖ് നൽകിയിരിക്കുന്നത്. കാരണം ദുരന്തബാധിതരുടെ പേരിൽ കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ കോൺഗ്രസ് പ്രവർത്തകർക്കോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു മുഖ്യ കാരണം. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഇവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പോലും ഉത്തരം മുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇത്തരത്തിൽ വയനാട് ഭൂമി കിട്ടുന്നില്ല, അതുപോലെ തന്നെ സർക്കാർ ദുരന്തബാധിതരുടെ അല്ലെങ്കിൽ വീട് ആവശ്യമുള്ളവരുടെ പട്ടിക കൈമാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഉത്തരം KPCC പ്രസിഡന്റ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വെക്കുന്നത്. ഇത് തികച്ചും ഒരു ഒളിച്ചോട്ടമാണ്. സ്വയം അപഹാസ്യനായി മാറുകയാണ് KPCC പ്രസിഡന്റ് ചെയ്യുന്നത്. വയനാട് ഭൂമി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പ്രവർത്തനങ്ങൾ വളരെ ത്വരിതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മറ്റ് സംഘടനകൾ സർക്കാരുമായി യോജിച്ചല്ലാതെ തങ്ങൾ സ്വന്തം റിസ്കിൽ വീട് നൽകും, ദുരന്തബാധിതർക്ക് വീട് നൽകും എന്ന് പറഞ്ഞ സംഘടനകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഭൂമി സ്വന്തമായി കണ്ടെത്തുകയും വീട് നിർമ്മിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന് മാത്രം ഭൂമി കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വിചിത്രവാദമാണ്. ഇത് ബാലിശമായ ഒരു വാദം മാത്രമാണ്. സ്വയം അപഹാസ്യനാവുകയാണ് KPCC പ്രസിഡന്റ് ചെയ്യുന്നത്. ഇതിന് ഉത്തരമെന്നോണം വയനാട് CPIM ജില്ലാ സെക്രട്ടറി മാത്രമല്ല, ദുരന്തബാധിതനായ മുണ്ടക്കൈയിലെ റഷീദ് ഞങ്ങളോട് രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ പ്രതികരിച്ച ഒരു കാര്യമുണ്ട്. ഭൂമി കിട്ടുന്നില്ലെങ്കിൽ സണ്ണി സാർ ഞങ്ങളോട് പറയൂ, ഞങ്ങൾ ഭൂമി കണ്ടെത്തി തരാം എന്നുള്ളതാണ്. പക്ഷേ അവർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യത്തിന് കൃത്യമായും ഉത്തരം പറയേണ്ടതുണ്ട് സണ്ണി ജോസഫ്. അത് ഈ ചോദ്യമാണ്, എവിടെയാണ് ഞങ്ങളുടെ പേരിൽ ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായും KPCC പ്രസിഡന്റ് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം കൂടി ദുരന്തബാധിതർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സിന്ധൂരി. ശരി ജോഷില, ഭൂമി കണ്ടെത്തുവാനും ഗുണഭോക്താക്കളുടെ പട്ടിക കൈമാറുവാനും സർക്കാർ സഹകരിക്കുന്നില്ല എന്ന സണ്ണി ജോസഫിന്റെ വിചിത്രവാദത്തിനാണ് വളരെ കൃത്യവും വ്യക്തമായ രീതിയിൽ ഇന്ന് CPIM മറുപടി നൽകിയിരിക്കുന്നത്. വയനാട് ദുരന്തബാധിതരെ KPCC പ്രസിഡന്റ് അവഹേളിക്കുന്നു എന്നാണ് CPIM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖിന്റെ പ്രതികരണം. അതിന്റെ വിശദാംശങ്ങളാണ് PV ജോഷില പങ്കുവച്ചത്.